കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഒരു യുദ്ധവിമാനത്തിന് സ്വന്തം രാജ്യത്തിന്റെ യുദ്ധക്കപ്പലിൽ നിന്ന് വെടിയേറ്റ സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന നിലപാടിൽ അമേരിക്ക. ഇന്നലെയാണ് അമേരിക്കയുടെ ഹാരി എസ് ട്രൂമാൻ എന്ന പടുകൂറ്റൻ യുദ്ധക്കപ്പലിൽ നിന്ന് പറന്നുയർന്ന യുദ്ധവിമാനത്തെ ചെങ്കടലിൽ റോന്തുചുറ്റുകയായിരുന്ന അമേരിക്കയുടെ തന്നെ മറ്റൊരു യുദ്ധക്കപ്പൽ വെടിവെച്ചിട്ടത്. വിമാനത്തിലുണ്ടായിരുന്ന 2 പൈലറ്റുമാരും രക്ഷപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു അപകടമായി അമേരിക്ക കണക്കാക്കുന്നില്ല. ഇത് യാദൃച്ഛികമായി സംഭവിച്ച ഒരു അപകടമാണ് എന്നാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത്. ഇതൊരു ഫ്രണ്ട്ലി അറ്റാക്ക് എന്നാണ് അവർ പറയുന്നത്. ഒരു സൗഹൃദപരമായ ആക്രമണം എന്നാണ് അമേരിക്ക ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ചെങ്കടലിൽ നേരത്തെ തന്നെ ഹൂതി ഉപതർക്കെതിരെ അതിശക്തമായ തോതിലുള്ള പ്രതിരോധമാണ് അമേരിക്ക തീർത്തിരുന്നത്. അതിന്റെ ഭാഗമായി ഈ മേഖലയിലാകെ തന്നെ അമേരിക്ക നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. അതുപോലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളൊക്കെ തന്നെ ഈ മേഖലയിൽ ശക്തമായ തോതിൽ പട്രോളിംഗ് നടത്തിയിരുന്നു. സംശയകരമായ എന്തെങ്കിലും കണ്ടാൽ അത് വെടിവെച്ചിടുന്നത് അവരുടെ ഒരു രീതിയായിരുന്നു. അത്തരത്തിൽ എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് ഈ വിമാനത്തിന് നേർക്ക് അമേരിക്കയുടെ തന്നെ മറ്റൊരു യുദ്ധക്കപ്പലിൽ നിന്ന് വെടിയേറ്റത് എന്നാണ് ഇപ്പോൾ അമേരിക്ക തന്നെ വിശദമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അപകടം നടന്ന് മണിക്കൂറുകൾക്കകം തന്നെ US പ്രതിരോധ വകുപ്പ് തങ്ങളുടെ തന്നെ ഒരു യുദ്ധക്കപ്പലാണ് അബദ്ധവശാൽ സ്വന്തം രാജ്യത്തിന്റെ വിമാനം വെടിവെച്ചിട്ടത് എന്ന വിശദീകരണവുമായി രംഗത്തെത്തിയത്. ഇത് സംബന്ധിച്ച് കൂടുതൽ ആശയക്കുഴപ്പം ഒഴിവാക്കുന്നതിന് വേണ്ടി കൂടിയായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വിശദീകരണം അമേരിക്ക നടത്തിയത് എന്ന് വേണം കരുതാൻ.